ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കാൽമി ഹോണസ്റ്റ്. കാൽമി ഹോണസ്റ്റ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCERT സിലബസ് വെച്ചിട്ടുള്ള 9th ക്ലാസ്സിലെ മലയാളം മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മാത്സ് സബ്ജക്റ്റാണ്. മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നാണ്. അത് മലയാളത്തിൽ എന്താ നമ്മൾ വായിക്കുക? സമവാക്യ ജോഡികൾ, ഒരേപോലത്തെ ജോഡികൾ അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്ക് മനക്കണക്കും ബീജഗണിതവും. മനക്കണക്ക് എന്ന് വെച്ചാൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിൽ എന്താണുള്ളത് അത് വെച്ചിട്ടുള്ളതും, അതേപോലെ ബീജഗണിതം എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ ഉണ്ടാവും, ആ ഇക്വേഷൻസ് കണക്ട് ചെയ്തിട്ട് നമുക്കതിന് ഉത്തരത്തേക്ക് കൊണ്ടുവരണം. അങ്ങനത്തെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കണക്കാവാം, ഒരു ചോദ്യം വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തരികയാണ്: ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. ചെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു നമ്മുടെ തിങ്സ് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ചെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായിട്ട്, കറുപ്പ് കളറിലുള്ള ബീഡ്സ് ഉണ്ട്, മുത്തുകളുണ്ട്, അതേപോലെ വെളുപ്പ് കളറുള്ള മുത്തുകളുമുണ്ട്. ഈ കറുപ്പും വെളുപ്പും എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതല്ല. പക്ഷേ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 മുത്തുകളാണ് ഉള്ളതെന്ന് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഉദാഹരണം തന്നതാണ്: വെളുപ്പിനേക്കാൾ 100 കൂടുതലാണ് കറുപ്പ്. വെളുപ്പും കറുപ്പും കമ്പയർ ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെളുപ്പിനേക്കാട്ടിലും 10 കൂടുതലാണ് കറുപ്പ്. അതായത് വെളുപ്പ് എന്ന് പറയുന്നതിന് നമുക്കറിയില്ല. അപ്പോൾ എക്സ് എന്നുള്ളൊരു അൺനോൺ നമ്പർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറുപ്പ് എന്തായിരിക്കും? എക്സ് കൂടി ഒരു 10 കൂട്ടിയാൽ മതി. എന്നിട്ട് ചോദ്യം ചോദിക്കണത് എന്താണ്? കറുപ്പ് എത്രയേ, വെളുപ്പ് എത്രയെന്ന്. അത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് പല തരത്തിൽ ചെയ്യാം. നമുക്കൊന്ന് മൈൻഡ് സെറ്റിലൊന്ന് തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. എങ്ങനെയെന്നറിയോ? കാരണം നമുക്കറിയാം വെളുപ്പ് എത്രയാണോ അതിനേക്കാട്ടിലും ഒരു 10 കൂടുതലാണ് കറുപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ മൈൻഡ് സെറ്റിൽ കൂട്ടാം? ടോട്ടൽ 100 ഉണ്ട്. 100ൽ കറുപ്പ് എന്ന് പറയുന്നത് വെളുപ്പിനെക്കാട്ടിൽ ഒരു 10 കൂടുതലാണ്. ആ 10 മാറ്റി വെച്ചു. ബാക്കി 100ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 90 എന്ന് പറഞ്ഞാൽ വെളുപ്പും കറുപ്പും ഒരേപോലെ ഉള്ള കണക്കാണ്. അപ്പോൾ 90ൻ്റെ പകുതി എന്ന് പറയുന്നത് 45ആണ്. അപ്പോൾ 45 വെളുപ്പുണ്ട്, 45 കറുപ്പുണ്ട്. എനിക്കറിയാം കറുപ്പ് ഒരു എക്സ്ട്രാ 10 കൂടി ഉണ്ട് വെളുപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ മാറ്റി വെച്ച 10 കറുപ്പിക്ക് ആഡ് ചെയ്യുക. അപ്പോൾ 45 + 10 55 കിട്ടി. അപ്പോൾ കറുപ്പ് 55, വെളുപ്പ് 45, ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, അതിന് നമുക്ക് വേറെ തരത്തിൽ തിങ്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് അറിയോ? 100 മുത്തുകളാണുള്ളത്. അത് 100 മുത്തുകളിൽ വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് എന്നുള്ളതാണ്. അത് നമ്മളേ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റിലേഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയില്ല കറുപ്പ് എത്രയാണ് വെളുപ്പ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ രണ്ടിനും കൂടി അൺനോൺ വാല്യൂസ് കൊടുക്കുക. കറുപ്പിന് എക്സ് എന്നും വെളുപ്പിന് വൈ എന്നും കൊടുക്കുക. വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് 10 കുറക്കുകയാണ്. അപ്പോൾ y = x - 10 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 ആണ്. അപ്പോൾ x - 10 + x = 100 ആണ്. അപ്പോൾ 2x - 10 = 100 ആണ്. -10 ലെഫ്റ്റ് സൈഡിലത് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ +10 ആവും. അപ്പോൾ 2x = 110 ആണ്. x = 110 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 110 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 55. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലാക്ക് ആണ്. ബ്ലാക്ക് 55 ആണ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് -10 ആണ്. അപ്പോൾ 55 - 10 = 45. രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഉത്തരമാണ് കേട്ടോ ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ തന്നത് ഞാൻ ജസ്റ്റ് എനിക്ക് അറിയുന്ന രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് വായിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യം അത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. പലതരത്തിൽ ആലോചിക്കാം അല്ലേ? കൂടുതലുള്ള 10 കറുത്ത മുത്തുകൾ തൽക്കാലം മാറ്റിവെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 കറുത്ത മുത്തുകളാണ് കൂടുതലുള്ളത്. അത് തൽക്കാലം മാറ്റി വെക്കുക. ചെപ്പിൽ 90 മുത്തുകളുണ്ടാവും. ആ ഒരു ബോക്സിൽ 90 മുത്തുകളാണ് ഉണ്ടാവുക. ഇതിൽ കറുപ്പും വെളുപ്പും തുല്യം. ആ ഒരു 90 എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും ഈക്വൽ ആയിട്ടാണ്, ഒരുമിച്ച് ഒരേപോലെ ഉള്ളതാണ്. അതായത് 90ൻ്റെ പകുതി 45 വീതം. കറുപ്പ് 45 ഉണ്ടാവും, വെളുപ്പ് 45 ഉണ്ടാവും. ഇനി മാറ്റിവെച്ച കറുപ്പും കൂടിയെടുത്താൽ കറുപ്പ് 55 ആകും. നമ്മൾ ഒരു 10 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 45 ആയിട്ടുള്ള കറുപ്പിൻ്റെ കൂടെ ആഡ് ആക്കുമ്പോൾ കറുപ്പ് 45 + 10 കൂട്ടുമ്പോൾ 55 ആകും. വെളുപ്പ് അതേപോലെ തന്നെ 45 തന്നെയാണ്.
കിട്ടിയില്ലേ? ഇനി ബീജഗണിതം ഉപയോഗിച്ചും ചെയ്യാം. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. ബീജഗണിതം ഉപയോഗിച്ച് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാം. 8ാം ക്ലാസ്സിലെ സമവാക്യങ്ങൾ എന്ന പാഠം അതിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. കറുത്ത മുത്തുകളുടെ എണ്ണം എക്സ് എന്ന് എടുത്താൽ ഇവിടെ കറുത്ത മുത്തുകൾക്ക് എക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ വെളുത്ത മുത്തുകളുടെ എണ്ണം x-10 ആണ്. അതായത് വെളുത്തത് എന്ന് പറഞ്ഞാൽ കറുത്തീനേക്കാളും കറുത്തീന്ന് ഒരു 10 കുറച്ചാൽ വെളുത്തത് മുത്തുകളുടെ എണ്ണമായി. എല്ലാം കൂട്ടിയാൽ 100 തന്നെയാണ് ആവുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് കൂട്ടാം. എക്സ് എന്ന് പറയുന്നത് വെളുത്തതാണ് പ്ലസ് x-10. എക്സ് എന്ന് പറയുന്നത് കറുപ്പുകളുടെ എണ്ണമാണ്. x-10 എന്ന് പറഞ്ഞാൽ വെളുപ്പുകളുടെ എണ്ണമാണ്. കറുപ്പും വെളുപ്പിൻ്റെയും ബീഡ്സ് കൂട്ടിയാൽ 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് x-10 = 100 എന്ന് എഴുതുക. ഇതിൽ നിന്ന് എക്സ് മാത്രം വേർതിരിച്ചെടുക്കുക. എക്സിനെ മാത്രമാണ് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ എക്സ് ഒരു സൈഡും ബാക്കി ഇൻഡിജേഴ്സൊക്കെ അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x-10 ആണ് 100 ഉള്ളത്. -10നെ ലെഫ്റ്റ് സൈഡിലുള്ള -10നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +10 ആവും. അപ്പോൾ 2x = 110 + 10 കിട്ടും. 100 + 10 കിട്ടും. അപ്പോൾ 110 ആയി. എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എക്സിൻ്റെ കൂടെ 2 ഗുണിച്ചിക്കാണ് ഉള്ളത്. അപ്പോഴാണ് 110 കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിച്ചിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഗുണിച്ചിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഹരിക്കുകയാണ് ചെയ്യുക. ഇൻഡിജർ ഹരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ അപ്പുറത്തുള്ള ഇൻഡിജർ 2 ആണ്. അപ്പോൾ ഇവിടെ ഗുണിച്ചതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുമ്പോൾ ഹരിക്കും. അപ്പോൾ x = 110 ഹരിച്ചു 2 എന്ന് കിട്ടി. അപ്പോൾ x = 55. അങ്ങനെയാണ് എക്സിൻ്റെ കിട്ടുന്നത്. അങ്ങനെ കറുത്ത മുത്തുകൾ 55 എന്നും കിട്ടും. 10 കുറച്ച് വെളുത്ത മുത്തുകൾ 45 എന്നും കാണാം. അല്ലെങ്കിൽ x-10 ആണല്ലോ വെളുത്തത്. മറ്റൊരു കണക്ക് നോക്കുക. ഇനി വേറൊരു കണക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ റിലേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ തിയറീസും പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തുടരെ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പഠിയും. ഇതിനനുസരിച്ച് നമ്മളെ തരത്തിൽ തന്നെ എക്സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാം. ഒരു മേശയും കസേരയും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയും 4 കസേരയും കൂടി 14,000 രൂപയും. ഓരോന്നിൻ്റെയും വില എത്രയാണ്? അപ്പോൾ ഇവിടെ മേശയുണ്ട്, കസാലയുണ്ട്. മേശയും കസാലയും 11,000 ആണ്. ഇനി ഒരു മേശയും 4 കസാലയാകുമ്പോൾ 14,000 ആയി. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 14,000 നിന്ന് 11,000 കുറക്കുക. അപ്പോൾ 3,000 ആണ് കിട്ടുന്നത്. മേശ രണ്ടിടത്തും ഒന്നാണ്. അതുപോലെ കസാല ഒന്നിൽ ഒരു കസാലയാണ്, മറ്റുള്ള 4 കസാല. അപ്പോൾ 4 കസാലയിൽ നിന്ന് ഒരു കസാല കുറച്ചാൽ 3 കസാല. 3 കസാലക്കാണ് 3,000. അപ്പോൾ ഒരു കസാലക്ക് 1000. ഒരു കസാലക്ക് 1000. അപ്പോൾ 3 കസാലക്ക് 3000. അപ്പോൾ കസാലേൻ്റെ കിട്ടിയാൽ മേശൻ്റെ വിലയും നമുക്ക് കാണാം. അതായത് ഒരു മേശയും ഒരു കസാലയാണ് 11,000. കസേരക്ക് 1000 രൂപയാണ്. അപ്പോൾ മേശക്ക് എത്രയായിരിക്കും? 1000 പ്ലസ് കസേരക്ക് 1000 പ്ലസ് 10,000. അതാണ് 11,000. അപ്പോൾ നമുക്ക് കിട്ടും. മേശൻ്റെ എന്ന് പറഞ്ഞാൽ 11,000 നിന്ന് 1000 കുറച്ചാൽ മതി. അപ്പോൾ 10,000 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അതല്ല ഇനി നമുക്ക് x-y എന്നുള്ള റിലേഷൻസ് വെച്ചിട്ടും ചെയ്യാം. ആദ്യം മനസ്സിൽ തന്നെ ചെയ്യാമോ എന്ന് നോക്കാം. നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കി നോക്കാം. ഒരു മേശയും 4 കസാരയും ആയപ്പോൾ വില 3,000 രൂപ കൂടി. 4 കസാലയും ഒരു മേശയും കൂടി ആയപ്പോൾ 3,000 ആണ് അവിടെ കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് 3,000 ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് കാരണം എന്താണ്? 3 കസാര കൂടി വാങ്ങുന്നത് കൊണ്ടല്ലേ. അതായത് 3 കസാല അധികം ആയതുകൊണ്ടല്ലേ. അത് 3 കസാരയുടെ വിലയാണ് കൂടുതൽ വന്ന 3,000 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കസാല എന്ന് പറഞ്ഞാൽ 3,000 നിന്ന് 3 ഹരിച്ചാൽ 1000 കിട്ടി. അപ്പോൾ മേശയുടെ വില എന്ന് പറഞ്ഞാൽ 14,000 രൂപയ്ക്കാരം. അടുത്ത പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ആലോചിക്കാതെ നമുക്ക് കസേരയുടെ വില x രൂപ എന്നെടുത്ത് തുടങ്ങാം. ഇനി അല്പം ഒന്ന് ആലോചിച്ചാൽ മേശയുടെ വില 11,000 മൈനസ് x, കസാലയാണല്ലോ x, രൂപ എന്നും കാണാം. ഒരു മേശയും 4 കസാലയും ആണെങ്കിൽ ഒരു മേശ 11,000 മൈനസ് x, പിന്നെ പ്ലസ് 4 കസാല 4x = 11,000 പ്ലസ് 3x. ഇതിൽ 14,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് = 14,000 ആണ്. അതായത് 11,000 പ്ലസ് 3x = 14,000 ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സിനെ വേർതിരിച്ചെടുക്കാം. 11,000 അപ്പുറത്തേക്ക് സൈഡ് കൊണ്ടുപോവുക. 14,000 മൈനസ് 11,000 3,000 ആണ്. അപ്പം 3x = 3,000 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 3,000 ഡിവൈഡഡ് ബൈ 3 = 1000. അങ്ങനെ കസാരയുടെ വില 1000 രൂപ എന്ന് കിട്ടും. മേശയുടെ വില 11,000 മൈനസ് x ആണ്. 11,000 മൈനസ് 1000 = 10,000 രൂപ എന്നും. മറ്റൊരു രീതിയിൽ കസാരയുടെ വില x രൂപ, മേശയുടെ വില y രൂപ എന്നെടുത്ത് തുടങ്ങി. x y എന്നുള്ള രീതി അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ 2 സമവാക്യങ്ങളാക്കാം.
കസാലയും മേശയും എക്സ് പ്ലസ് വൈ 11,000, 4 കസാല 4x + y 14,000. ഇനി ആദ്യത്തെ സമവാക്യങ്ങൾ എക്സ് വൈ എന്നീ സംഖ്യകൾ തമ്മിൽ പറഞ്ഞിരിക്കുന്ന ബന്ധം ഇങ്ങനെയാണ്. അതായത് y എന്ന് പറഞ്ഞാൽ 11,000 നിന്ന് x കുറക്കുക എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സമവാക്യത്തിലെ yക്ക് പകരം 11,000 - x ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാം 4x + yക്ക് പകരം 11,000 - x = 14,000 എന്ന് കിട്ടി. അപ്പോൾ ഇത് പിന്നെയും എക്സിൻ്റെ റിലേഷൻസിൽ തന്നെ വന്നു. എന്നിട്ട് നമ്മൾ എക്സ് കണക്ട് ചെയ്യുക. 4x എന്ന് 1x കുറച്ച് 3x ആണ്. 11,000 + 3x = 14,000 എന്ന് കിട്ടി. ഇത് കസാരയുടെ വില മാത്രം എക്സ് എന്നെടുത്ത് കിട്ടിയാൽ പഴയ സമവാക്യം തന്നെയല്ലേ, പഴയതുപോലെ തന്നെ കിട്ടും. കസാരയാണ് എക്സ് എന്ന് പറഞ്ഞാൽ 14,000 നിന്ന് ലെഫ്റ്റ് സൈഡിൽ 11,000 കുറച്ചാൽ 3,000 കിട്ടും. 3x = 3,000, x = 3,000/3. അതേപോലെ തന്നെ 1000 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ കസാരയാണ്. മറ്റൊരു കണക്ക്, ഇനി വേറൊരു കണക്കാണ്. 2 സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 സംഖ്യകൾ ഏതാണ്? മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാമോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവിടെ 2 സംഖ്യകളുണ്ട്. വലുത് 2 സംഖ്യകളാണ്. വലുത് ചെറുതുണ്ട്. വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണ്. ചെറുത് എത്രയാണോ, ചെറിയ സംഖ്യ എത്രയാണോ അത് 5 തവണ കൂട്ടിയാലാണ് വലിയ സംഖ്യ ആവുന്നത്. അപ്പോൾ ചെറുത് എക്സ് ആണെങ്കിൽ വലുത് എന്ന് പറഞ്ഞാൽ 5x ആണ്. അതേപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 ആണ് കിട്ടുന്നത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വലുതിൻ്റെ 5 മടങ്ങാണല്ലോ. അപ്പോൾ 32/4 ചെയ്യുക. 32 5 മടങ്ങാണ്, പക്ഷേ വലുതിൽ നിന്ന് 1 കുറക്കണുണ്ട്, 1 മടങ്ങ് കുറക്കണുണ്ട്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറക്കുകയാണ്. വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ ചെറുതെന്ന് പറഞ്ഞാൽ ചെറുത് 5 മടങ്ങാണ് അല്ലേ. എങ്ങനെയാണെന്നറിയാം, 5 മടങ്ങ് ഒരു ചെറിയൊരു നമ്പറുണ്ട്, വലിയൊരു നമ്പറുണ്ട്. ചെറിയ നമ്പർ 5 തവണ കൂട്ടിയാലാണ് വലിയ നമ്പർ ആവുന്നത്. അത് എത്രയെന്ന് നമുക്കറിയില്ല, പക്ഷെ 5 തവണയെന്ന് നമുക്കറിയില്ലേ. പിന്നെ ഇതിൻ്റെ 2 റിലേഷൻ എന്താണോ, വലുതെന്ന് ചെറുത് 5 ചെറുതുണ്ട്. 5 ചെറുത് കൂട്ടുമ്പോൾ വലുത് 1 ആവുന്നത്. അതിൻ്റെ ഒരു ചെറുത് വലുതെന്ന് 1 കുറക്കുമ്പോൾ 32 കിട്ടുന്നത്. 32 കിട്ടണമെന്ന് പറഞ്ഞാൽ 5 തവണകളത്ത് 1 തവണ കുറച്ചല്ലോ, ഇനി ബാക്കിയുള്ളത് 4 തവണയല്ലേ. അപ്പോൾ ഈ 32 കിട്ടിയിട്ടില്ല. 32 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 16 24 32. അപ്പോൾ എന്തായിരിക്കും കിട്ടണുണ്ടാവും ഉത്തരം? ചെറുതെന്ന് പറയുന്നത് 8 ആക്കാരം, വലുതെന്ന് പറഞ്ഞാൽ 8 × 5 40 ആക്കാരം. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, എങ്ങനെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. മനസ്സിൽ തന്നെ കണക്ക് കൂട്ടുമ്പോൾ വലിയ സംഖ്യ ചെറിയ സംഖ്യയുടെ 5 മടങ്ങാണല്ലോ. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറക്കുക എന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞുകൂടെ? ചെറിയ സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് ആ സംഖ്യ തന്നെ കുറക്കുക. 5 മടങ്ങിൽ നിന്ന് ആ സംഖ്യ കുറക്കുക, അതായത് സംഖ്യയുടെ 4 മടങ്ങ്. അപ്പോൾ സംഖ്യയുടെ 4 മടങ്ങായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, സംഖ്യയുടെ 4 മടങ്ങായി. ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് 32 ആണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കിട്ടുമ്പോൾ 32 ആണ്. അപ്പോൾ ചെറിയ സംഖ്യയുടെ 4 മടങ്ങ് 32 ആണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് 32. അപ്പോൾ സംഖ്യ എന്താണ്? 8 ആണ്. ഇനി വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 8ൻ്റെ 5 മടങ്ങാണ്. അപ്പോൾ 8 × 5 40 എന്ന് കിട്ടും. ബീജഗണിതം ഉപയോഗിച്ചാലോ? ചെറിയ സംഖ്യ x എടുത്ത് തുടങ്ങാം. അപ്പോൾ വലിയ സംഖ്യ 5x ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 5x - x 4x തന്നെ കിട്ടും. ഇവിടെ നമ്മൾ എക്സ് വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കിട്ടുന്നത് 32 ആയതിനാൽ, അതായത് ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേസ് ഓഫ് ഇക്വേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ചെറിയ സംഖ്യയ്ക്ക് എക്സ് എന്ന് തുടങ്ങാണ്. വലിയ സംഖ്യ 5 മടങ്ങാണ്. അപ്പോൾ 5x എന്ന് കൊടുത്തു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എന്ന് പറഞ്ഞാൽ 5x എന്ന് 1x കുറച്ചാൽ 4x ആണ്. 4x എന്ന് പറയുന്നതാണ് 32. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 32 ഹരിക്കലും 4 ആണ്. അപ്പോൾ x 8 എന്ന് കിട്ടി. അപ്പോൾ ചെറിയ സംഖ്യ 8 ആണ്, വലിയ സംഖ്യ 5 മടങ്ങാണ് 8ൻ്റെ. അപ്പോൾ 5 × 8 40 എന്ന് കിട്ടി. ചെറിയ സംഖ്യ x, വലിയ സംഖ്യ y എന്നെടുത്ത് തുടങ്ങിയാൽ ഇനി x y എന്നുള്ള റിലേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യൻ്റെ 5 മടങ്ങാണെന്ന്. അപ്പോൾ ചെറിയ സംഖ്യ x ആണ്, അപ്പോൾ 5x ആണ്. അതേപോലെ തന്നെ വലുതെന്ന് ചെറുത് കുറക്കുക. y - x 32 ആണ്. രണ്ടാമത്തെ സംഖ്യത്തിലെ yക്ക് പകരം 5x, yക്ക് പകരം 5x തന്നെ കൊടുക്കുക. എക്സിൻ്റെ റിലേഷൻ ഒറ്റക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5x - x അത് സെക്കൻഡ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ 5x - x = 32 എന്ന് കിട്ടി. അതായത് 5x എന്ന് 1x കുറച്ചാൽ 4x ആണ്. 4x 32 ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 4 മൾട്ടിപ്ലൈ ചെയ്തിക്കാണ് എക്സ് എന്നുള്ള വാല്യൂ കൊണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ ഗുണിച്ചിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഹരിക്കലാണ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 32 / 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8 എന്നുള്ളത്. അത് ചെറിയ നമ്പറാണ്, x = 8 എന്നുള്ളത്. തുടർന്ന് നമുക്ക് അറിയാം y എന്ന് പറഞ്ഞാൽ 5 മടങ്ങ് x ആണ്, അല്ലെങ്കിൽ 5x ആണ്. അപ്പോൾ 5 × 8 = 14 എന്നും കണക്കാക്കാമല്ലോ. ഒരു കണക്ക് കൂടി, ഇനി വേറൊരു കണക്കാണ്.
ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. എന്താണ് ഭിന്നസംഖ്യ? അപ്പോൾ 2 ഭിന്നസംഖ്യ ഉണ്ട്. അതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടി. താഴെ ഒന്ന് ആഡ് ചെയ്തപ്പോൾ താഴെ ഒരു 1 ആഡ് ചെയ്തപ്പോൾ 1/3 എന്നും കിട്ടി. അപ്പോൾ അതിൻ്റെ സംഖ്യകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭിന്നസംഖ്യ x/y ആണ് ഉള്ളത്. അതിൻ്റെ മുകളിൽ +1 ആണ് ആഡ് ചെയ്യുമ്പോഴാണ് 1/2 കിട്ടുന്നത്. താഴത്ത് +1 ആഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടണം. അപ്പോൾ അംശമോ ഛേദമോ x എന്ന് മാത്രം എടുത്താലും ഏറെയൊന്നും മുന്നോട്ട് പോകില്ല. അംശം എക്സും ഛേദം വൈയും എന്നെടുത്ത് തുടങ്ങാം. അപ്പോൾ ഇത് ഭിന്നസംഖ്യ ആയതുകൊണ്ട് തന്നെ x/y അംശവും ഛേദവുമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ x/y എന്ന് കിട്ടും. ഇത് കണക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ഇക്വേഷൻ ആയിട്ട് എഴുതാം. x/y-ൻ്റെ മുകളിൽ +1 ആഡ് ചെയ്യുമ്പോൾ 1/2 ആണ്. അതേപോലെ x/y-ൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ +1 ആഡ് ചെയ്യുമ്പോൾ ഛേദത്തിൻ്റെ അവിടെ ആഡ് ചെയ്യുമ്പോൾ 1/3 ആണ്. ഇത് രണ്ടും കൂടിയും ഇക്വേഷൻ ആയിട്ട് എഴുതാം. അത് x+1 ഡിവൈഡഡ് ബൈ y = 1/2 ഒന്നാമത്തത്, x/y+1 = 1/2 രണ്ടാമത്തത്. എന്നിട്ട് ആദ്യത്തെ സമവാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തിൻ്റെ നമുക്ക് അത് കണക്ട് ചെയ്യാം. x+1/y എന്ന ഭിന്നസംഖ്യ 1/2 എന്ന സംഖ്യയുടെ മറ്റൊരു രൂപമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 1/2 എന്ന ഭിന്നസംഖ്യയുടെ പല പല രൂപങ്ങളെല്ലാം ഛേദം അംശത്തിൻ്റെ 2 മടങ്ങാക്കണ്ടേ. അപ്പോൾ ഛേദം രണ്ടും ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? y = 2 × x+1 എന്ന് കിട്ടും. ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ y = 2 × x+1 എന്ന് കിട്ടും. ഇതുപോലെ രണ്ടാമത്തെ സമവാക്യം x/y+1 1/3 ആണ്. അതായത് 3x = y+1 എന്ന് എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓപ്പോസിറ്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 2 ഈക്വൽ സൈഡാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലുള്ളത് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്റർക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്റർക്ക്, അതായത് താഴത്തുള്ളത് മുകളിലേക്കും. അതായത് എപ്പോഴും നമ്മളൊന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പേഴ്സിന് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സംഖ്യ ആണെങ്കിൽ അത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹരിക്കായിരിക്കും. റൈറ്റ് സൈഡിൽ പ്ലസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് ആക്കാൻ. അങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ സമവാക്യവും പറയുന്നത് y എന്ന സംഖ്യവും 2x+1 എന്ന സംഖ്യയും തുല്യമാണെന്നാണ്. ആദ്യത്തെ ഇക്വേഷന് y എന്ന് പറഞ്ഞാൽ 2 × x+1 ആണ്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയിലെ y+1 ആണ് 3x എന്നുള്ളത്. അപ്പോൾ yക്ക് 2 × x+1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. രണ്ടാമത്തേൽ പകരം ഒന്നാമത്തെ ഇക്വേഷൻ y-ൻ്റെ വാല്യൂ yക്ക് ബദൽ കൊടുക്കുക. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 2x+1 അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. 2 × x+1 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2x+2 എന്ന് കിട്ടും. അതാണ് നമ്മൾ രണ്ടാമത്തെ y എന്നുള്ള y+1 നിലയിലുള്ള yക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2x+2 y ആയി. ഇനി +1 അതേപോലെ തന്നെ ഉണ്ട്. ആ +1 ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതുക = 3x എന്ന് എഴുതി. എന്നിട്ട് ആ ഇക്വേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ 2x + 2 + 1 3 ആണ് = 3x. ഇനി എക്സിൻ്റെ ഓരോ സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ 3 = 3x - 2x. അപ്പോൾ 3 = x എന്ന് കിട്ടി. 3 = x എന്ന് കിട്ടി. ഇതിൽ നിന്ന് x = 3 എന്ന് കാണാം. തുടർന്ന് ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്കറിയാം എക്സിന് 3 ആണ് ഉള്ളത്. അപ്പോൾ y+1 = 3 × 3. y+1 = 3 × 3 എന്ന് പറഞ്ഞാൽ y+1 = 9 ആണ്. y = ലെഫ്റ്റ് സൈഡിൽ +1 ആണ്, റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -1 ആവും. അപ്പോൾ 3x - 1 9 - 1 = 8. y = 8 എന്ന് കിട്ടി എന്ന് കാണാം. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി. അത് നമ്മൾ എങ്ങനെ എഴുതണം? ഭിന്നസംഖ്യയാക്കി എഴുതണം. അപ്പോൾ എക്സിന് ബദൽ 3 എന്ന് എഴുതുക, വൈക്ക് ബദൽ 8. അപ്പോൾ x/y = 3/8 എന്ന കണക്കിൽ ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ കുറച്ചധികം പ്രോബ്ലംസ് ആണുള്ളത് ചെയ്യുക. ഇനി അടുത്ത 2 സമവാക്യങ്ങളുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണോ ഉറപ്പ് വരുത്തിയതിന് ശേഷം മുന്നത്തെ പ്രോബ്ലംസ്ക്ക് കിടക്കുക. അതല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ഒന്നും കൂടി വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലംസ് ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലുള്ളതും അതുപോലെ അതിൻ്റെ പുറത്തുള്ള ക്വസ്റ്റ്യൻസും വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് സ്പീഡിൽ നമുക്ക് ഉത്തരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കാം. കമൻറ്റിൽ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാം. ഓക്കെ, ശരി, താങ്ക് യു.